കഥ പറയുമ്പോൾ മാണിക്കക്കല്ല്, അരവിന്ദൻ്റെ അതിഥികൾ ഈ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത എം മോഹൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഒരു ജാതി ജാതകം. ഇദ്ദേഹത്തിൻ്റെ എവിടെയോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഫീൽ ഗുഡ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹം ആ ഒരു പ്രൊട്ടക്ഷൻ ഏരിയയിൽ നിന്ന് പൊട്ടി പുറത്തു വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് രാകേഷ് മണ്ടോടി, ഗോതയുടെയൊക്കെ റൈറ്ററാണ്. പടം പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ഇപ്പം നമ്മൾ 90 കിഡ്സിലെ ഒരു വിഭാഗത്തിൽ എടുത്തു കഴിഞ്ഞാൽ 80 കിഡ്സിലുള്ള ആ പയ്യന്മാരും 90 കിഡ്സിലുള്ള പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടുപോകും. 2Kയിലുള്ള പെമ്പിള്ളേർ 2Kയിലുള്ളവർ ആരെങ്കിലുമൊക്കെ വളച്ച് സെറ്റാക്കി കല്യാണം കഴിച്ചങ്ങ് പോകും. ഈ പാവപ്പെട്ട കല്യാണം കഴിക്കാതെ ഇത്തിരി കുറച്ച് സെറ്റിലൊക്കെ ആയിട്ട് കെട്ടാന്ന് പറഞ്ഞിട്ടിരുന്ന 90 കിഡ്സാണ് ഇപ്പോൾ പെട്ടുപോയത്. യുവമാർക്ക് പെണ്ണ് കിട്ടാത്ത ഒരവസ്ഥയുണ്ട് ഇവിടെ. അപ്പം അത്തരത്തിലുള്ള ഒരു 90 കിഡിൻ്റെ ഒരു കഥ സറ്റേറിക്കലായിട്ട് പറഞ്ഞു പോയ ഒരു സിനിമയാണ് ഒരു ജാതി ജാതകം. അതിൽ വിനീത് ശ്രീനിവാസൻ അറിഞ്ഞ് അഭിനയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ദേഹം അനങ്ങി പണിയെടുത്തിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഭൂതൻ ഉണ്ണിക്കേശം ഇത്ര കിടിലായിട്ട് പുള്ളിക്കാരൻ ചെയ്ത ഒരു റോൾ ഇതാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴേക്ക് പുള്ളിക്ക് ഒരു ചാപ്പ, ഒരു പേര് വന്ന് വീഴും. ആ പേര് വന്നതിന് ശേഷം പുള്ളിയെ കാണിക്കുമ്പോൾ ഉള്ള പുള്ളിയുടെ നടത്തവും കാര്യങ്ങളും എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അത് ഭയങ്കര രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് ഫീൽ ചെയ്യും. പിന്നെ ഈ പടം തുടക്കത്തിൽ ഇതുപോലെ തന്നെ നല്ല ഒരുപാട് തമാശകളായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിട്ട് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് തുടക്കം കാണിക്കുന്നത്. ഒരു കല്യാണം നടക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും ബാക്കി കാര്യങ്ങളും വീട്ടുകാർക്ക് കാണിക്കുന്നതും നാട്ടുകാർക്ക് കാണിക്കുന്നതും അതിൻ്റെ ആത്മസംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെ നന്നായിട്ട് എന്നെ പോർട്രേ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പോയി ഫസ്റ്റ് ഹാഫൊക്കെ അവസാനം ആകുമ്പോഴേക്കും പാട്ടുകളൊക്കെ അടുപ്പിച്ച് വന്നപ്പോഴേക്കും ഒരു ചെറിയ വലിച്ചിൽ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇത് ഗിയർ ഒന്ന് അങ്ങോട്ട് മാറ്റി അറിഞ്ഞാൻ പറഞ്ഞ ഊക്കാണ്. ഇവന്മാർ അങ്ങോട്ട് പോകുമ്പം ഇത് ആരെയാണ് ഊക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഒരു സൈഡിൽ LGBTQA+ കളിയാക്കുന്നുണ്ട്, അതേസമയം അവരെ കളിയാക്കാൻ പാടില്ല, ബാക്കിയുള്ളവരൊക്കെ മെയിൽ ഷോവനിസ്റ്റ് ചിന്താഗതിയുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് വെച്ചിട്ട് അവരെയും കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ പോകുമ്പോഴേക്കേ നമുക്കിപ്പം ഇതിപ്പോൾ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിലെ കഥാപാത്രങ്ങൾ മെയിനായിട്ട് ഇതിലെ നായകനായിട്ട് വരുന്നയാൾ ഒരു വണ്ടി കിട്ടാത്ത ഒരു വാട്സപ്പ് അമ്മാവനാണ്. അപ്പോൾ അവന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാം, അതിലൊന്നും വിഷയമൊന്നുമില്ല. അവൻ്റെ കൂട്ടുകാരന്മാരും ടോക്സിക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണതിൽ പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ടോക്സിക് എന്ന് പേര് വിട്ടിട്ട് സ്ത്രീകളുടെ പല ഭാഗങ്ങളും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അവർ ടോക്സിക് അല്ലേ, അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളപ്പിക്കുന്നവർക്ക് ഇതിനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ കാണിക്കുമ്പോഴും അത് ആസ്വാദികരമാവണമെന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കുറേ ഇടത്തൊക്കെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്ത് ക്രിഞ്ചൊക്കെ അടിച്ചത്. എപ്പോഴും എന്തോന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് കാണിക്കുന്നത് കുറേ ഇടത്ത് കുറച്ച് അരോചകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എന്നാലും സ്റ്റിൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കിടില കൗണ്ടറുകൾ, കിടില കോമഡികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. ഇത് പൊട്ടിച്ചിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആൾക്കാർ മൊത്തം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല അത്യാവശ്യം ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഈ ആൾക്കാരുടെ ഇരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചിരിക്കുമ്പോൾ ആ ചിരിയുടെ ഒരു ചിരി പാസ് ചെയ്ത് വരില്ല. ആ പാസ് ചെയ്യുമ്പോൾ ഇത് കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു പൊട്ടിച്ചിരിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാവും. അത് തിയേറ്ററിൽ നിന്ന് മാത്രം കണ്ടപ്പോൾ കിട്ടിയതാണ്. ഇത് OTT വരുമ്പം ഈ പടം ഏത് വാക്കെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം കണ്ടിട്ട് അയ്യോ എന്തൊരു തട്ടിക്കൂട്ട് ഊളപ്പടം വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീനകരി വെറുപ്പിക്കലായി തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോട്ട് വരല്ലേ. ഇതിപ്പോൾ ഇവിടെ കണ്ട എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. അപ്പം അങ്ങനെ പോയിട്ട് എസ്പെഷ്യലി PP കുഞ്ഞികൃഷ്ണൻ പുള്ളി തകർത്തിട്ടുണ്ട് കേട്ടോ. പുള്ളി സെക്കൻഡ് ഹാഫിൽ കുറേ സാധനങ്ങൾ പുള്ളിയുടെ ഉണ്ട്. അവിടുത്തെ ഒരു സംഭവം ഉണ്ട്, അത് കിടിലമാണ്. അങ്ങനെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിലൊക്കെ പുള്ളിക്കാൻ നന്നായി സ്കോർ ചെയ്തിട്ട് അങ്ങനെ പോയി ഈ പടം എങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഒരു ഓക്കെ ഇഷ്ടമായിട്ടുള്ളൊരു എൻഡിങ് ആണ് സിനിമയ്ക്ക് കൊടുത്തത്. എന്നിരുന്നാലും ഓവറാൾ നോക്കുമ്പം എനിക്ക് ഫസ്റ്റ് ഹാഫിൽ പാട്ട് വരുന്ന സമയത്താണ് കുറച്ച് ലാഗ് അടിച്ചത്. അല്ലാതെ എനിക്കൊരു ബോർ പരിപാടിയൊന്നും തോന്നിയില്ല. ഇടയ്ക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയെങ്കിലും മൊത്തത്തിൽ നോക്കിയപ്പോൾ ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഈ പടം എനിക്ക് ഫീൽ ചെയ്തത്. കുറേ ചിരിക്കാനുണ്ടായിരുന്നു, ചിരിയാണല്ലോ പ്രധാനം, അതുണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയണം. ഇപ്പോൾ ഈ PP കുഞ്ഞികൃഷ്ണനും നമ്മുടെ വിനീത് ശ്രീനിവാസനും അല്ലാതെ അമൽ താഹയുണ്ട് കേട്ടോ. അലം മനസ്സിലോ അയ്യോ അവൻ ത്രൂ ഔട്ടുണ്ട്, അവൻ കിടുന്ന പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ മൃദുൽ നായർ അടിപൊളിയായിരുന്നു. മൃദുൽ നായർ ജീവിക്കായിരുന്നു ആ ക്യാരക്ടറായിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നിഖില വിമൽ മേപ്പടിയാൽ അഭിനയിക്കാത്തത് അത്ര വലിയ റോളെന്നുള്ള പ്രാധാന്യമുള്ള റോളല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇതിൽ നല്ല പ്രാധാന്യമുള്ള റോളാണ്, മുഴിഞ്ഞുള്ള വേഷമാണ്, അതുകൊണ്ട് അഭിനയിച്ച് കുറച്ചേ ഉള്ളൂ കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു. ബാബുവിനെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ. 1-2 സീനൊക്കെ കിടിലുമായിരുന്നു. പിന്നെ ഐശ്വര്യ മിഥുൻ കോരോത്ത് എന്നൊരു പെങ്കൊച്ചുണ്ട്. ആ കൊച്ചിനെ കാണാൻ അഹാനെ പോലെയൊക്കെ ഇരിക്കും. നമ്മുടെ പണ്ടത്തെ മറ്റേ മനോരമ മാതൃഭൂമിയിലൊക്കെ പറഞ്ഞ നോവലുണ്ടല്ലോ, അതിലൊക്കെ വരച്ച് വയ്ക്കില്ല, അതുപോലെ നല്ല ഭംഗിയായിരുന്നു കാണാം. പിന്നെ ദിവാകരൻ വിഷ്ണുമംഗലം എന്നൊരു ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയെ കാണുമ്പോൾ തന്നെ ഒരു യുണീക്ക് ഫീലാണ്. പുള്ളി ഡയലോഗ് ഡെലിവറി, ആ സ്ലാങ്, അവിടുത്തെ തലശ്ശേരി സ്ലാങ് പിടിച്ചിരിക്കണം. സ്ഥിരം എല്ലാ സിനിമയിലും കുറേ ആൾക്കാർ വരുമ്പം ഇപ്പം ഈ PP കുഞ്ഞികൃഷ്ണൻ ആദ്യമായിട്ട് താൻ കേസ് കൂടുതൽ കണ്ടപ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരാളെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ഫീൽ വരില്ലേ, അങ്ങനെ ഒരു ഫീല് എനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ കയാദു ലോഹർ ഉണ്ട്. വിധു പ്രതാപ് ഒരു ചെറിയൊരു ക്യാമിയോ പോലെ വന്നിട്ടുണ്ട്. പക്ഷേ വിധു പ്രതാപ് നന്നായിട്ട് അഭിനയിക്കും കേട്ടോ. അതുപോലെ തന്നെ സൈനോര അടിപൊളിയായിരുന്നു. ഇന്ദു തമ്പി
പൂജ മോഹൻരാജ് മറ്റേ നമ്മൾ ആവേശത്തിൽ ചേച്ചി, ഒരുപാട് ചിരിപ്പിക്കാനൊന്നുമില്ല, ചുമ്മാ ഒരു റോള്. ചിപ്പി ദേവസി, ശരത് സഭയൊക്കെ ഉണ്ട്. ശരത് സഭയൊക്കെ അവർക്ക് ഉള്ള സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഗുണ ബാലസുബ്രഹ്മണ്യമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. 1-2 പാട്ടുകൾ കൊള്ളായിരുന്നു, 1-2 പാട്ടുകൾ വെറുപ്പിക്കലുമായിരുന്നു. അങ്ങനെ തന്നെ ഓവറോൾ ഒരു വാച്ചബിൾ പടം. എന്തരാ വരട്ടെ.